ഇതുവരെ എനിക്ക് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ മണിപ്പൂരിൻ്റെ വിഷയം സഭ പറഞ്ഞിട്ടുള്ളതാണല്ലോ, സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം ഞാൻ വീണ്ടും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഇതിന് റെലവൻസ് വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, പ്രത്യേകിച്ച് സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പ്രൊപ്പഗാൻഡ വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് ബദലായിട്ട് നമ്മളൊരു സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം മണിപ്പൂർ മറന്നുകൂടാ ഈ സമയത്തുള്ളത്. സാധാരണ ഇതിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ, നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ, ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് കേരളത്തെപ്പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്നൊരു കേരളമല്ലല്ലോ. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ സഭയിൽ തന്നെ കണക്കുകൾ നിരത്തി പെൺകുട്ടികൾ ഇത്തരത്തിലൊരു മതപരിവർത്തനം അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്ക് പോകുന്നു എന്ന് കണക്കുകൾ നിരത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തള്ളുകയാണോ അച്ഛൻ? ഈ കേരള സ്റ്റോറിയും കണക്കുകൾ നിർത്തിയായിരുന്നു, ശ്രദ്ധിച്ചിരുന്നോ? ആ കണക്കുകൾ പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു അവർക്ക്. കാരണം കണക്കുകളെല്ലാം ഊതിപ്പിരിപ്പിച്ച കണക്കുകളായിരുന്നു. അപ്പോൾ വീണ്ടും സഭയോട് വീണ്ടും ഓരോ സമയത്തിലും ചോദിക്കേണ്ടത് കണക്കുകൾ വെക്കൂ, കണക്കുകൾ നിരത്തൂ. എപ്പോഴാണ് കണക്കുകൾ വ്യക്തമായിട്ട് നിരത്തിയിട്ടുള്ളത്? ഓക്കെ, പറയുമ്പോഴൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ കണക്കുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പരിശോധിക്കപ്പെടണം, അത് അന്വേഷിക്കപ്പെടണം, അത് ചെറുക്കപ്പെടണം. പക്ഷേ കണക്കുകൾ ഊതിപ്പിരിപ്പിച്ച കണക്കുകളാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എപ്പോഴൊക്കെ കണക്കുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ കണക്കുകൾ വിശദമാക്കട്ടെ, പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കട്ടെ. ഒരു ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റാബേസ് നമുക്കിവിടെ അന്വേഷിക്കാമല്ലോ ഉറപ്പായിട്ടും. അപ്പോൾ അതിനിവിടെ 100% നമ്മൾ സുതാര്യമാണ് ആ കാര്യത്തിൽ.